താഴേക്ക് നൽകുന്നുണ്ട്. പോയയാൾ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അരുൺ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അദ്ദേഹം തിരികെ വരികയാണ്. എന്തായിരിക്കും അദ്ദേഹം നൽകുന്ന വിവരങ്ങൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം വളരെ സുരക്ഷിതനായി തീരത്തേക്ക് വന്നിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം. അത് അദ്ദേഹത്തിൻ്റെ ദൗത്യം കഴിഞ്ഞ് അദ്ദേഹം കയറി വരുന്നുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയും തുടർ നീക്കങ്ങൾ. എല്ലാവരും അദ്ദേഹം എന്തു പറയുന്നു, എന്താണ് അദ്ദേഹം കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അദ്ദേഹം സുരക്ഷിതനായി തന്നെ ആഴത്തിൽ നിന്ന് കയറി വന്നിട്ടുണ്ട്. അദ്ദേഹം പറയാൻ പോകുന്ന വിവരങ്ങൾ, അദ്ദേഹം നൽകാൻ പോകുന്ന വിവരങ്ങൾ ഈ ദൗത്യത്തിൻ്റെ അടുത്ത മണിക്കൂറുകളെ, അടുത്ത നിമിഷങ്ങളെ നിർണായകമാക്കും. സുരക്ഷിതനായി അദ്ദേഹം തിരികെ എത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം അദ്ദേഹം തീരത്തേക്ക് അല്ലെങ്കിൽ ആ മൺതുരുത്തിലേക്ക് എത്തുന്നത്. ഏതാനും മിനിറ്റുകൾ അദ്ദേഹത്തിൻ്റെ ദൗത്യം നീണ്ടിരുന്നു. കനത്ത കുത്തൊഴുക്കാണ് പുഴയിൽ. താഴെയും സമാനമായ വലിയ ഒഴുക്കുണ്ട്. അല്പസമയം മുമ്പ് പെയ്ത മഴ, ആ മഴയ്ക്ക് ശേഷം പുഴയിലെ ഒഴുക്ക് കുറെ കൂടി ശക്തമായിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം അല്ലെങ്കിൽ ആ സംഘം തൃണവൽഗണിച്ചുകൊണ്ടായിരുന്നു പുഴയിലേക്ക് ഇറങ്ങിയത്. വളരെ സുരക്ഷിതനായി അദ്ദേഹം തിരികെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അവിടുത്തെ സഹപ്രവർത്തകരോട് ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്തായിരിക്കും അദ്ദേഹം പറയുക, എന്തായിരിക്കും അദ്ദേഹം നൽകുന്ന ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് എന്നത് ഈ ഘട്ടത്തിൽ അതിൻ്റെ അനാലിസിസ് ഒക്കെ ആയിരിക്കും ഇനി നടക്കുന്നത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ടോ ടെലിഫോൺ ലൈനിൽ? ഷഫീദ്, ഈ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. നമുക്കത് മുഴുവനായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. നമുക്ക് നന്നായി അത് കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം വളരെ സുരക്ഷിതനായി ജലോപരിതലത്തിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. അദ്ദേഹം നൽകിയ വിവരങ്ങൾ ഈ ദൗത്യത്തിൻ്റെ അടുത്ത മണിക്കൂറുകളിൽ നിർണായകമാകും. വീണ്ടും ഒരിക്കൽ കൂടി ഡൈവിന് തയ്യാറെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം വീണ്ടും ഡൈവിന് തയ്യാറെടുക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം. ഒരിക്കൽ കൂടി അദ്ദേഹം വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്, താഴേക്കും പോവുകയാണ്. അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോട് വീണ്ടും അദ്ദേഹം ഡൈവിന് തയ്യാറെടുക്കുന്നു. ഈ ഓപ്പറേഷൻ ഷിരൂരിൽ നമ്മുടെ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യത്തിലെ 12ാം ദിവസം വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കോണ്ടാക്ട് പോയിന്റ് 4 എന്ന ട്രക്ക് ഉണ്ടെന്ന് ഉറപ്പിച്ച് ഐബോർഡ് സംഘം വിശദീകരിച്ച ഡ്രോൺ സിഗ്നലുകളിൽ നിന്ന് വിലയിരുത്തിയ ആ ഭാഗത്തു നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വീണ്ടും രണ്ടാമതും ആ മുങ്ങൽ വിദഗ്ധൻ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം അല്പ മിനിറ്റുകൾ കൂടി വീണ്ടും വെള്ളത്തിൽ അടിയിൽ തുടരും. അദ്ദേഹത്തിന് ഒരുപക്ഷെ ദൗത്യം വിജയകരമായി നിർവഹിക്കാൻ കഴിയുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഒരിക്കൽ കൂടി അദ്ദേഹം താഴേക്ക് പോയത് എന്ന് നമ്മൾ വിലയിരുത്തുന്നു. കാരണം പ്രതികൂലമായ സാഹചര്യമാണെങ്കിൽ രണ്ടാമതൊരിക്കൽ കൂടി ആ പുഴയിലെ ആഴങ്ങളിലേക്ക് കനത്ത ഒഴുക്കിനെ അവഗണിച്ച് അദ്ദേഹം ഇറങ്ങില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. രണ്ടാമതൊരിക്കൽ കൂടി അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങിയത് അവിടെ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു, കരയിൽ വലിയ ക്രെയിനുകൾ എത്തിച്ചിട്ടുണ്ട്. ആ ക്രെയിനുകളുടെ യന്ത്രക്കൈകൾ പുഴയിലേക്ക് ഇറക്കി നിർത്തിയത് നമ്മൾ കണ്ടു. അപ്പോൾ ഒരുപക്ഷെ ഉരുക്ക് ഹുക്കുകളിൽ വലിയ വടം കൊളുത്തി അത് തീരത്തെത്തിച്ച് അത് വലിച്ചു കയറ്റാനുള്ള ശ്രമമാണോ നടക്കുന്നത് എന്ന് നമ്മൾ ഊഹിക്കുന്നു. പക്ഷേ അത് നമുക്കറിയില്ല എന്താണ് നമുക്ക് അവിടെ നടക്കുന്നതെന്ന് കൃത്യമായി ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പുഴയുടെ ഏറെക്കുറെ നടുക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ 132 മീറ്റർ അകലെ ആണ് ഈ ദൗത്യത്തിൻ്റെ ഇപ്പോഴത്തെ അതിൻ്റെ കോർ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഷഫീദ്, കേൾക്കാമെങ്കിൽ? ഇപ്പോൾ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒക്കെ തീരത്തേക്ക് വരുന്നു എന്നറിയുന്നു. നിർണായക മണിക്കൂറുകളിലൂടെ കടക്കുകയാണ് നമ്മളെന്ന് കൃത്യമായി പറയാം, അല്ലേ? വിജയകുമാർ, ഉറപ്പായിട്ടും 12ാം ദിവസം അതിനിർണായകമായി നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദൂരദൃശ്യങ്ങളിലടക്കം നമുക്ക് വളരെ ഇക്കാര്യം കാണാൻ കഴിയും. നമുക്ക് ലഭിച്ചിരിക്കുന്ന വളരെ ക്ലോസ് വിഷ്വലാണ്. ആ ക്ലോസ് വിഷ്വലിൽ 2 തവണ ആ ദൗത്യ സംഘത്തിലെ ഒരാൾ, അത് ഈശ്വർ മൽപേ, അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് 20ലധികം രക്ഷാദൗത്യങ്ങൾ ചെയ്തിട്ടുള്ള ഈശ്വർ മൽപയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഷിരൂരിൽ അതിനിർണായകമായിട്ടുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആ ദൃശ്യങ്ങളിൽ സകലതും വ്യക്തമാണ്. ഇതുവരെ ഈ കഴിഞ്ഞ 12 ദിവസങ്ങളിൽ നമുക്ക് സാധ്യമാകാതിരുന്ന ഒരു കാര്യം അതിപ്പോൾ സാധ്യമാകുന്നു. ഈ ആഴങ്ങളിലേക്ക്, ഗംഗാവലിപ്പുഴയുടെ ആഴങ്ങളിലേക്ക് ആദ്യം ഈ സംഘത്തിലെ ഒരാൾ പോയി അയാൾ മടങ്ങി വന്ന ചില കാര്യങ്ങൾ ഇതിനോടകം തന്നെ ഈശ്വർ മൽപ്പയോട് സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും രണ്ടാമതും അയാൾ പുഴയുടെ ആഴങ്ങളിലേക്ക് പോകുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാൻ സാധിക്കും. ഈ ഘട്ടത്തെ ഒരുപക്ഷെ ഈ 12 ദിവസം നീണ്ട തിരച്ചിലിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടമായി നമുക്ക് കണക്കാക്കാൻ കഴിയും. ഒരു പക്ഷേ ഡ്രോൺ പരിശോധന കാര്യങ്ങളിൽ അവരുടെ അനാലിസിസിൽ ഒരു സ്പോട്ട് 4 കണ്ടെത്തിയതിന് പിന്നാലെ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നു എന്നുള്ളത്
നമ്മളെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട അർജുന്റെ ആ ട്രക്ക് എവിടെയെന്ന് ഇതിനോടകം തന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആ ട്രക്കിന്റെ പൊസിഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ഉറപ്പിച്ചിട്ടുണ്ട്. അതേ പൊസിഷനിൽ ആ മൺകൂനയ്ക്ക് ചേർന്നിട്ട് പുഴയുടെ നദിക്കരയിൽ നിന്നും 132 മീറ്റർ അകലെയുള്ള ആ സ്ഥലത്ത് അതാ ഇപ്പോൾ ഡൈവിംഗ് നടത്തുന്ന രണ്ടാമത്തെ തവണ ഡൈവിങ്ങിനായി പോയിരിക്കുന്നു. ഇനി തിരിച്ചു വരണം. വിജയകുമാറിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളോട് ഈ ഡ്രോൺ പരിശോധനയുടെ വിശദാംശങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യുന്നുണ്ട്. ഈ ട്രക്കിന്റെ പൊസിഷൻ എങ്ങനെയെന്നുള്ളത് അത് നമുക്ക് ആ മൺകൂന ഇപ്പോൾ ഡിങ്കി ബോട്ടുകളടക്കം നിൽക്കുന്ന ആ രക്ഷാപ്രവർത്തക സംഘം ഈശ്വർ മൽപ്പെ അടക്കമുള്ള ആൾക്കാർ അദ്ദേഹം വന്നു അല്ലേ? അതല്ലേ ദൃശ്യങ്ങളിൽ കാണുന്നത്. രണ്ടാമത് തിരികെ വരികയാണ് ഷഫീദ്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഡൈവിന് ശേഷം അദ്ദേഹം തിരികെ വരുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ്. അദ്ദേഹം രണ്ടാമത് ദൗത്യവും പൂർത്തീകരിച്ചിട്ട് ഇതാ മടങ്ങി വരികയാണ്. തത്സമയ ദൃശ്യങ്ങൾ കാണാം. അദ്ദേഹം ജലോപരിതലത്തിൽ എത്തിയിട്ട് അവിടെ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ ദൗത്യം വിജയകരമായി അവിടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്ന് കരുതുന്നു. ഉറപ്പില്ല അദ്ദേഹം എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് വ്യക്തമല്ല. അദ്ദേഹം അവിടെ നിന്ന് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. വീണ്ടും അദ്ദേഹം ഡൈവ് ചെയ്യുമോ, ഒരിക്കൽ കൂടി പുഴയിലേക്ക് ഇറങ്ങുമോ എന്നറിയില്ല. പക്ഷേ ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് ഇറങ്ങേണ്ടി വന്നേക്കും എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചില എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഒപ്പം സജ്ജരായി തന്നെയാണ് അദ്ദേഹം നീങ്ങുന്നത്. വളരെ ഇത്തരം ഒരു ഡൈവിന് അങ്ങേയറ്റം പരിചയസമ്പന്നനായ ഒരാളാണ് അദ്ദേഹം എന്നതിൽ ഒരു തർക്കവുമില്ല. മൽപ്പെ സംഘം എന്ന് നേരത്തെ ജില്ലാ കളക്ടർ, ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞ മൽപ്പെ ടീം എന്നാണ് അവർ ആ ടീമിനെ വിശേഷിപ്പിച്ചത്. ആ സംഘത്തിലെ ഒരു അംഗമാണ് എന്ന് തോന്നുന്നു പുഴയിൽ ഇറങ്ങിയത്. വളരെ വിദഗ്ധമായി ആ ദൗത്യം നിർവഹിച്ച് അദ്ദേഹം വരികയാണ്. വീണ്ടും അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ടോ അതോ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണോ എന്നറിയില്ല. അദ്ദേഹം അപ്പുറത്ത് മാറി നിൽക്കുന്ന ആ ബോട്ടിലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോട് എന്തോ ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കുറെ കൂടി അടുത്തേക്ക് അവരെ നീക്കിക്കൊണ്ട് വരികയാണോ എന്നറിയില്ല. ഏതായാലും ഇവിടെ നിൽക്കുന്ന നാവികസേനാ അംഗങ്ങളും ചില സന്ദേശങ്ങൾ ദൂരെയുള്ള ബോട്ടിന് നൽകുന്നുണ്ട്. അവർ ആശയവിനിമയം നടത്തുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ദൗത്യത്തിലെ ഒരു ഘട്ടം പിന്നിടുകയാണ് നമ്മൾ. വളരെ സുപ്രധാനമായ ഒരു ഘട്ടം പിന്നിടുകയാണ്. തീരത്ത് ഇതേ സമയം തന്നെ ക്രെയിനുകൾ സജ്ജമായി അവിടെ എത്തിയിട്ടുണ്ട്. ക്രെയിനുകളിൽ ഏതെങ്കിലും തരത്തിൽ കൊളുത്തുകൾ ഘടിപ്പിച്ച് ഈ വാഹനത്തെ തീരത്തേക്ക് വലിച്ചു മാറ്റാൻ കഴിയുമോ എന്ന് നോക്കുകയാണോ, അത് പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും ഈ കോണ്ടാക്ട് പോയിന്റ് 4-ൽ 132 മീറ്റർ ദൂരത്ത്, തീരത്ത് നിന്ന് 132 മീറ്റർ ദൂരത്ത് കോണ്ടാക്ട് പോയിന്റ് 4-ൽ നടക്കുന്ന അതിനിർണായകവും അതിസാഹസികവും എന്ന് നമുക്ക് കൃത്യമായി പറയാം, അതിസാഹസികവുമായ ഈ ദൗത്യത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ 24-ൽ കാണുന്നത്. വളരെ ക്ലോസ് ആയി നമുക്ക് ആ സംഘത്തെ നിരീക്ഷിക്കാൻ കഴിയുന്നുണ്ട്. അവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വളരെ സങ്കീർണമായ അങ്ങേയറ്റം സാഹസികമായ ഒരു ദൗത്യത്തിനാണ് പ്രിയപ്പെട്ട ആ ദൗത്യ സംഘത്തിലെ അംഗങ്ങൾ തയ്യാറെടുക്കുന്നത്. അതിൻ്റെ ഓരോ ഘട്ടവും അവർ വിജയകരമായി പൂർത്തിയാക്കുകയാണ്. 2 ഘട്ടത്തിലെ ഡൈവിങ്ങിന് ശേഷം ആ ദൗത്യ സംഘത്തിൽ താഴേക്ക് പോയ ഡൈവ് ചെയ്ത ആൾ, അദ്ദേഹം കുറെ കൂടി ആ തുരുത്തിലേക്ക് നീങ്ങി വരുന്നുണ്ട്. അതിനപ്പുറത്ത് അദ്ദേഹം എന്തോ ചില കാര്യങ്ങൾ അപ്പുറത്തുള്ള കുറച്ച് മാറി നിൽക്കുന്ന ആ ബോട്ടുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായിരിക്കാം അദ്ദേഹം ചെയ്യാൻ പോകുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അരുൺ പാറയ്ക്കൽ, അരുണിന് കുറെ കൂടി വിശദമായി ആ മേഖല അവിടെ ഒന്ന് കാണാൻ കഴിയുമല്ലോ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഏതാണ്ട് ആ ബോട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. ചില വളരെ വലിയ ഒരു വടത്തിന് സമാനമായ വസ്തു കരയിലേക്ക്, ആ ബോട്ടിലേക്ക് വലിക്കുന്നുണ്ട്. അദ്ദേഹം അതിൽ താഴെ ഘടിപ്പിച്ചാണോ വലിക്കുന്നതെന്ന് നമുക്കറിയില്ല. വളരെ സങ്കീർണമായ, അത്യന്തം സാഹസികമായ, വളരെ നിർണായകമായ ആ ദൗത്യത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്കൂബ സംഘങ്ങൾ ആ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്നു. എനിക്ക് തോന്നുന്ന ദൃശ്യങ്ങൾ അത് ഒരുതരം ആങ്കർ എന്ന് നമുക്ക് പറയാവുന്ന, നമ്മൾ ബോട്ടുകളിലും കപ്പലുകളിലുമൊക്കെ കാണാൻ കഴിയുന്ന തരത്തിൽ നങ്കൂരം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ആ നങ്കൂരം അതായിരുന്നു ആ ബോട്ടിൽ അദ്ദേഹം ഘടിപ്പിച്ചത്. അതാണ് അദ്ദേഹത്തിൻ്റെ ആ ബോട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അത് താഴേക്ക് അദ്ദേഹം കൊണ്ടുപോയ സംഗതി തന്നെയാണ്. അതിൽ വിശദമായ പരിശോധന അതുപയോഗിച്ച് നടത്തിയിട്ടുണ്ട്. ആ നങ്കൂരം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അവിടെ താഴെ, അദ്ദേഹം അതിൽ ഉറപ്പിച്ച് ആയിരുന്നു ആ പരിശോധനയൊക്കെ നടത്തിയത് എന്ന് മനസ്സിലാകുന്നു. അത് തിരികെ ആ ബോട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ എന്തായിരിക്കും അടുത്ത നീക്കം എന്നത് വളരെ നിർണായകമാണ്. നങ്കൂരം ആയിരുന്നു അദ്ദേഹം താഴെ അപ്പുറത്തുണ്ടായിരുന്ന ബോട്ടിലേക്ക് നൽകിയിരുന്നത്. അത്
ബോട്ടിലേക്ക് തന്നെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ സുരക്ഷിതനായി വളരെ വിദഗ്ധനായ അങ്ങേയറ്റം വൈദഗ്ധ്യം നേടിയ മുങ്ങൽ വിദഗ്ധൻ അദ്ദേഹത്തിൻ്റെ 2 ഡൈവുകൾ വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് നമുക്ക് പറയാം. എല്ലാ അർത്ഥത്തിലും അത് പൂർത്തിയാക്കി ജലോപരിതലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വീണ്ടും അദ്ദേഹം ദൗത്യം തുടരുമോ, അതോ അദ്ദേഹത്തിന് ഈ ദൗത്യത്തിന് വേണ്ട വിവരങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടോ, അതോ അദ്ദേഹം പൊസിഷൻ മാറുകയാണോ എന്നറിയില്ല. ബോട്ടിനോട് കുറെ കൂടി മറ്റൊരു സൈഡിലേക്ക് നീങ്ങാൻ അദ്ദേഹം നിർദ്ദേശം നൽകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങൾക്ക് തന്നെയാണ് നിർദ്ദേശം നൽകുന്നുണ്ട്. അതനുസരിച്ച് ആ ബോട്ട് പുഴയിലേക്ക് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുകയാണ്. ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാം.